അതായത് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിൽ ഉണ്ടാക്കുന്ന മാറ്റവും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ എന്ത് പറയും? നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, അതായത് ദി കോറിലേഷൻ ഈസ് സെഡ് ടു ബി പോസിറ്റീവ് when the variable move together towards the same direction. അതായത് ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിളും എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിൽ വരുന്നതാണ് നമ്മൾ ഇവിടെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, ഒരാളുടെ വരുമാനം വർദ്ധിക്കുന്നു. ഈ വരുമാനം കൂടുന്നതിനനുസരിച്ച് അയാളുടെ സേവിങ് ഹാബിറ്റും കൂടുകയാണ്. ഓക്കെ, അയാളുടെ സേവിങ്സും എന്ത് ചെയ്യാണ്? സേവിങ്സ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിലും സെയിം പ്രൊപ്പോർഷനിൽ അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്, സെയിം ഡയറക്ഷനിലാണ് അവിടെ മൂവ്മെന്റ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, അത് ഇൻക്രീസ് ആകാം അല്ലെങ്കിൽ ഡിക്രീസ് ആകാം, സെയിം ഡയറക്ഷൻ ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും. ഇനി ഇവിടെ നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ പോസിറ്റീവ് പറഞ്ഞു, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് വെൻ ദേ മൂവ് ടുവാർഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചസ് മറ്റൊരു വേരിയബിളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാറ്റം ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെന്ത് പറയും? നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മൾ നോർമലി പറയുന്ന പ്രൈസും ഡിമാൻഡും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് ഡിക്രീസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് ഇൻക്രീസ് ആണ്. ഇത്തരത്തിൽ വരുന്നതിനെ നമ്മൾ എന്ത് പറയും? നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു ക്ലിയർ പിക്ചർ പോസിറ്റീവ് കോറിലേഷൻ എന്താണ്, നെഗറ്റീവ് കോറിലേഷൻ എന്താണെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഓക്കെ.